കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി. കനത്ത സുരക്ഷയിലാണ് VC സർവകലാശാലയിൽ എത്തിയത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. SFI പ്രവർത്തകർ സർവകലാശാലയിൽ അദ്ദേഹത്തെ കയറ്റില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരെ എത്തിയ സ്ഥിതിയിലാണ് നിലവിൽ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയത്. കനത്ത സുരക്ഷയിലാണ് VC നിലവിൽ സർവകലാശാലയിൽ എത്തിയത്. കൂടുതൽ വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മേൽ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത്. 300-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വലയത്തിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയിരിക്കുന്നത്. VCയുടെ മുറിയിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന പോലുള്ള ഒരു പ്രതിഷേധമൊന്നും ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോ ഒന്നും തന്നെ ഇല്ല. അതേസമയം രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പൻ സർവകലാശാല ആസ്ഥാനത്തുണ്ട്. ഒപ്പം ഡോക്ടർ KS അനിൽകുമാർ, നേരത്തെ രജിസ്ട്രാറായിരുന്ന, ഇപ്പോൾ സിൻഡിക്കേറ്റ് രജിസ്ട്രാറായി സസ്പെൻഷൻ റദ്ദ് ചെയ്ത KS അനിൽകുമാറുണ്ട്. ഇവരെല്ലാം തന്നെ സർവകലാശാല ആസ്ഥാനത്തുണ്ട്. ഇനി എന്താണ് സർവകലാശാല ആസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്? എന്തെങ്കിലും യോഗങ്ങൾ ചേരുമോ? ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി അല്പസമയത്തിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. മുറിക്ക് ചുറ്റും വലിയ തരത്തിലുള്ള പോലീസ് വലയം തന്നെ തീർത്ത് കാവൽ നിൽക്കുന്നുണ്ട്. ഇന്ന് അല്പസമയം മുമ്പാണ് വൈസ് ചാൻസലർ സർവകലാശാലയിൽ എത്തും എന്നുള്ള വിവരം പുറത്ത് അറിഞ്ഞത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തുകയും ചെയ്തു. നേരെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെയും മെനഞ്ഞാന്നും നമുക്ക് ചില ഓൺലൈൻ മീറ്റിങ്ങുകൾ വൈസ് ചാൻസലർ വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ച ഒരു മീറ്റിങ്ങിൽ നിന്നും, അക്കാഡമിക് കമ്മിറ്റി യോഗത്തിൽ നിന്നും, നേരത്തെ സസ്പെൻഡ് ചെയ്ത ഡോക്ടർ KS അനിൽകുമാറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അക്കാഡമിക് കൗൺസിൽ യോഗമാണ് അദ്ദേഹം വിളിച്ചത്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം അദ്ദേഹം വീണ്ടും ഒരു യോഗം വിളിച്ചിരുന്നു. അത് വിദേശ വിദ്യാർത്ഥികളുടെ പഠനം സംബന്ധിച്ച ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. 2300-ലധികം കുട്ടികളാണ് കേരള സർവകലാശാലയിലെ വിവിധ കോളേജുകളിലായി പഠിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും 93 പേർക്ക് പ്രവേശനം നൽകാൻ അന്ന് നടന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു. ആ യോഗത്തിലും രജിസ്ട്രാറെ പങ്കെടുപ്പിച്ചില്ല. രജിസ്ട്രാർക്ക് പകരം രജിസ്ട്രാറിൻ്റെ ചുമതല വൈസ് ചാൻസലർ നൽകിയ മിനി കാപ്പനാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഇന്നും അത്തരത്തിൽ എന്തെങ്കിലും യോഗങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ട്. മിനി കാപ്പനും അവരുടെ മുറിയിൽ തന്നെ ഉണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഏതെങ്കിലും യോഗങ്ങൾ വിളിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ചിലരും സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇതുവരെ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരവും ഇവിടെ എങ്ങും കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ ഒക്കെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഓരോ ദിവസം കഴിയും തോറും പ്രതിഷേധത്തിൻ്റെ ശക്തി കുറച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും സ്വീകരിച്ചതെന്ന് തോന്നുന്നു. കാരണം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നു പൊങ്ങിയിരുന്നു. വൈസ് ചാൻസലർക്ക് സർവകലാശാലയിൽ കയറാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒപ്പം ഭീഷണി, ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈസ് ചാൻസലർക്ക് വരാൻ കഴിയുന്നില്ല. ഇത് വിദ്യാർത്ഥികളുടെ പഠനം സംബന്ധിച്ച വിഷയങ്ങൾക്ക് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനെയും ബിരുദ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും ഒപ്പം പൂർണ്ണമായും ഒരു സ്തംഭനത്തിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഇങ്ങനെ വൈസ് ചാൻസലറെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ ഭരണപരമായ സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് സംഘടനകൾക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാവാം ഒരു പക്ഷേ പ്രതിഷേധത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഒരു പക്ഷേ ഗേറ്റിൻ്റെ പുറത്തൊക്കെ ഇന്ന് പ്രതിഷേധവുമായി എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു പരാജയം സംബന്ധിച്ചതിന് തുല്യമാകും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഉറപ്പായും പ്രതിഷേധിക്കും. പക്ഷേ അതൊരു വൈസ് ചാൻസലർ തടഞ്ഞുകൊണ്ടാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മേൽ അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം ഇനി ഉള്ളത് ബിരുദാനന്തര ബിരുദ പഠനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, UGC ഗ്രാൻഡ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഒപ്പം ബിരുദ സർട്ടിഫിക്കറ്റ് ഏകദേശം 1300ഓളം ബിരുദ സർട്ടിഫിക്കറ്റിൽ വൈസ് ചാൻസലർ ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അതിനുപരിയായി പുതിയ കോഴ്സുകൾക്ക് അംഗീകാരം നൽകണം. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ, അതായത് ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ ഒരു വർഷം തുടങ്ങുമ്പോഴേക്കും ചെയ്യേണ്ട കാര്യങ്ങൾ നിരവധിയുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്ത് ഉയർന്നു പൊങ്ങിയത്. എന്തായാലും ഭാരതാംബ വിവാദവും ഒപ്പം കാവിക്കുടി വിവാദവും ഒക്കെ കഴിഞ്ഞ 3-4 ദിവസമായി വലിയ തരത്തിൽ ഉയർന്നു വന്നിട്ടില്ല. അത് വലിയ ചർച്ചയായിട്ടില്ല. നിലവിൽ ഇപ്പോൾ രജിസ്ട്രാർ മോഹൻ കുന്നുമ്മേൽ അദ്ദേഹത്തിൻ്റെ മുറിയിലാണുള്ളത്.
ശരി, വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി. കനത്ത സുരക്ഷയിലാണ് VC സർവകലാശാലയിൽ എത്തിയത്. ബിബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.